ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കുഴക്കട്ടയാണ്. കുഴക്കട്ട എന്ന് പറയുമ്പോൾ പല മോഡലിൽ കുഴക്കട്ടയുണ്ട്. ഇത് ആവിയിൽ പുഴുങ്ങുന്ന കുഴക്കട്ടയാണ്. അതിൽ ചേർക്കാൻ പോണത് ആദ്യം 2 ഏലക്ക, ഇത്രയും ഒരു 4 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിടുക. ഇത്രയും ജീരകം വേണമെന്നുള്ളൊരു നോക്കുക. ജീരകം നിങ്ങളെ ടേസ്റ്റിന് ഇടുക. മിക്സിയിലിടുക. പഞ്ചസാര മധുരത്തിന് നിങ്ങൾ അളവിൽ ചേർക്കുക. ഞങ്ങൾക്കിവിടെ മധുരത്തിനൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഇത്രയും ആദ്യം മിക്സിയിൽ ഇത്രയും സാധനം മിക്സിയിൽ ഒന്ന് അടിക്കുക. ഈ പരുവത്തിൽ അടിക്കുക. കണ്ടല്ലോ, ഈ പരുവത്തിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് പാല് ഇത് കാച്ചാൻ വയ്ക്കുക. കാച്ചുന്നതിൻ്റെ കൂട്ടത്ത് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന സാധനവും കൂടെ ഇട്ട് നന്നായി തിളപ്പിക്കുക. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് പാലൊന്ന് വേകണം. വെന്തതിന് ശേഷം ഇത് നന്നായി ഒരുവിധം ചെറിയ ചൂടോടുകൂടി വേണം മാവ് നനച്ചെടുക്കാൻ. ആ മാവ് നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഉപ്പും പഞ്ചസാരയും കൂടെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഞാൻ ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ ആയിരിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. ശർക്കര ഉരുക്കി ഇതിനകത്ത് കുറച്ച് പണിയുണ്ട്. അത് ഇച്ചിരി കൂടുതൽ പണിയുള്ളതാണ്. ഇവിടുന്ന് ഒരുവിധം തണുക്കട്ടെ. ഇത് ശർക്കര ഇത്രയും വെള്ളത്തിൽ എടുത്തു. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കണം. ഞാനത് കാണിച്ചു തരാം. ഇത് നന്നായി കുറുക്കിയെടുക്കണം. കുറുക്കുമ്പോൾ നമ്മൾ കൈ തോരാതെ ഇത് അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ശർക്കര നന്നായിട്ട് കുറുകണം. കുറുകി വരുമ്പോൾ കുറച്ച് തേങ്ങ ഇതിൽ കുറുകി വരുമ്പോൾ, ഇപ്പോഴല്ല, കുറുകി വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. തിളക്കട്ടെ. ഇതുപോലെ തേങ്ങ നിങ്ങളെ ആവശ്യത്തിനാണ്. അത് നമുക്ക് അതിനകത്ത് ഉണ്ട ഉരുട്ടി അകത്ത് വയ്ക്കാനുള്ള സാധനമാണ് ലെയറായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങ നിങ്ങൾക്ക് എങ്ങനെ വേണോ ആക്കിയെടുക്കാം. ഇത് എൻ്റെ കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. തേങ്ങ ഈ പരുവം ഇത്രയും മൂത്താൽ മതി. ഈ കണക്കിന് വരുമ്പോൾ നെയ്യൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം. ഈ പരുവത്തിന് ഇച്ചിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൽ നെയ്യ് വരുന്നുണ്ട്, ഇതിലല്ല. എന്നിട്ട് കാച്ചി വെച്ചിരിക്കുന്ന ഈ ശർക്കര പാനി നന്നായി അരിച്ച് ഒഴിക്കാവും. ഇതിനകത്ത് കല്ലും കട്ടയൊക്കെ കാണും. അരിച്ച് നന്നായി നമ്മളെ പരുവത്തിന് കുറുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുറുക്കണം. നമുക്ക് എടുത്ത് ഇതിൽ ഉരുട്ടി വയ്ക്കുന്ന രീതിയിൽ വറ്റിച്ച് ശർക്കരപ്പാനി നന്നായിട്ട് വറ്റണം. തേങ്ങയുമായിട്ട് മിക്സ് ആവണം.
ചെറു തീയിലായിരിക്കണം ഇടേണ്ടത്. തേങ്ങ കരിഞ്ഞു പോകരുത്. തീ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കൂട്ടിയിടുകയും ചെയ്യരുത്. കൂട്ടിയിട്ടാൽ തേങ്ങ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു കരിഞ്ഞ ചവയൊക്കെ അടിക്കും. ഇതേപോലെ കുഞ്ഞു തീയിൽ ഇട്ട് വേണം ചെയ്യാൻ. നമുക്കിങ്ങനെ ഞെവിടി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് വയ്ക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറിൻ്റെ മണം വരും. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ തേങ്ങയുടെയും ആ നെയ്യുടെയും ശർക്കര പാനിയുടെയും ഒക്കെ ഒരു മണം നമുക്ക് നന്നായി കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ചില നാട്ടിൽ വേറെ രീതിയായിരിക്കാം, ചില ആളുകൾ വേറെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആളുകൾ ഇത് കണ്ടിട്ട് അതില്ല ഇതില്ല എന്നൊന്നും പറയരുത്. ഇത് എൻ്റെ നാട്ടിൽ ചെയ്യും പോലെ, ഞങ്ങളെ വീട്ടിൽ ചെയ്യും പോലെയാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വല്ല കെമിക്കലോ അങ്ങനെയുള്ള കളറുകളോ ഒന്നും ഞാൻ ചേർക്കാറില്ല. നല്ല നാടൻ ഫുഡാണ്. എല്ലാം നാടൻ ഫുഡായിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കെമിക്കലോ മറ്റുള്ള കളറിനോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നാടൻ രീതിയാണിത്. ഇതാണ് പരുവം. ഈ വെള്ളവും കൂടെ അങ്ങ് വെറ്റിക്കഴിഞ്ഞാൽ പരുവം കറക്റ്റാകും. അതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുക. എന്നാലേ നമുക്കത് ഉരുട്ടിയെടുത്തതിൽ വെക്കാൻ പറ്റുള്ളൂ. മാവ് കുഴയ്ക്കുന്ന രീതിയാണിതാ. പാലുണ്ട്, അതിൽ ഏലക്കായ ഇട്ടിട്ടുണ്ട്, ജീരകമുണ്ട്, പഞ്ചസാരയുണ്ട്. ഇതൊന്നും കൂടി ഞാൻ പറയാണ്. പാല് കാച്ചി പാല് തിളച്ച് വരുമ്പോൾ ജീരകവും പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സിയിൽ നന്നായിട്ട് പൊടിക്കുക. അത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പാല് വെന്തതിന് ശേഷം ഇറക്കി വയ്ക്കുക. പാല് നന്നായിട്ട് ഒരുവിധം ചൂട് വേണം. നമുക്ക് മാവ് നനയ്ക്കാൻ പറ്റിയൊരു ചൂട് വേണം. എന്നിട്ട് മാവിൽ ഒഴിക്കുക. പാലാണ് എടുക്കേണ്ടത്. പിന്നെ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന ആൾക്കാരുണ്ട്, ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പശുവും പാലാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കുഴക്കട്ടയ്ക്ക് കിട്ടും. എൻ്റെ കൈക്ക് ചൂടൊക്കെ താങ്ങുന്ന കൈ ആയതുകൊണ്ട് ഞാൻ സ്പൂണൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കൽ. കാരണം എൻ്റെ കയ്യിൽ മീഡിയം ചൂടൊക്കെ താങ്ങും. അതുകൊണ്ട് സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി പറയൽ സ്പൂണിട്ട് ഇളക്കിയില്ല, കൈ കൊണ്ട് വിരവി എന്നൊന്നും പറയരുത്. നമ്മൾ ഇത് ഈ പരുവത്തിന് ഇനി ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ നന്നായി കുഴച്ച് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ മാത്രം ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് മാവ് വെന്ത് വരുമ്പോൾ മാവ് ഈ ചൂടിൽ തന്നെ വേകുമ്പോൾ നമുക്കറിയാം. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, വേണമെന്നുള്ളവർ ചേർത്ത് കൊടുക്കുക. എൻ്റെ കണക്കിന് ഇതാണ് കണക്ക് പരുവം. ഇനി ഇതിൽ കൂടി കുറച്ച് നെയ്യ്, ആ ചൂട് മാവിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 4 മണിക്ക് പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പം കൊടുക്കാനോ, പിന്നെ നമുക്കൊരു ഗസ്റ്റ് വന്നാലോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കാണുമ്പോൾ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസം 3 ദിവസം വേണമെങ്കിലും ഇത് ഇരിക്കും കേടുകൂടാതെ. കാരണം ഇതെല്ലാം തിളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് 2 ദിവസമോ 3 ദിവസം വേണമെങ്കിലും ഇത് ഇരിക്കും. മാവ് നൂല് വലിക്കുകയോ അങ്ങനെയുള്ള ഒന്നും കേടുവരികയോ ഒന്നും ചെയ്യില്ല. ഒരു നുള്ളു പാലുകൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് ഇച്ചിരി ഒരു പരുവം കിട്ടാനാണ്. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത്. പിന്നെ ചൂടുവെള്ളത്തിൽ നനച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. ഈ പാലാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും നെയ്യും ഒക്കെ ചേരുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല നാട്ടിൽ പല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ചെയ്യുന്ന രീതി ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.
ഈ പരുവത്തിന് ഇങ്ങനെ നമുക്ക് കുത്തിയ ഇങ്ങനെ ഞെങ്ങുന്ന രീതിയിൽ കിട്ടും. കുഴക്കട്ട നമ്മൾ പിടി ആക്കുന്നതിന് മുന്നേ ഇഡ്ഡലിപ്പാന അടുപ്പി വെച്ച് ഇതുപോലെ തട്ടും വെച്ച് ഒരു വാഴയില നന്നായി എടുക്കുമ്പോൾ അത് കഴുകുക. ഞാനിത് കഴുകി വെച്ചതാണ്. നിങ്ങളുടെ ഇഡ്ഡലിപ്പാനയുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇറക്കി വയ്ക്കുക. ഈ പരുവത്തിന് ഇങ്ങനെ നിങ്ങൾ എടുക്കുക. ഇങ്ങനെ കൂട്ടി മുട്ടിച്ച് ഉണ്ട ഉരുട്ടുക. നിങ്ങളെ കണക്കിന് വണ്ണം കൂട്ടാം, വണ്ണം കുറയ്ക്കാം, എങ്ങനെ വേണോ ചെയ്യാം. ഈ പരുവായിരിക്കണം. ഇതുപോലെ ചെറിയ റോളാക്കി പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളകത്തിന് ചെയ്യാം. എനിക്ക് പാത്രത്തിനെക്കാളും എല്ലാം കൈയാണ് ബാലൻസ്. നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക. പാത്രത്തിൽ ആവി വന്നു. നമ്മൾ ഓരോ ഉണ്ടത ഉരുട്ടി വെച്ചതിന് ഇങ്ങനെ പറക്കി ഈ വാഴയിലയുടെ പുറത്ത് വെച്ച് കൊടുക്കുക. വാഴയില ഇല്ലാത്ത ഭാവം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വാഴയിലയ്ക്ക് ഭയങ്കര ക്ഷാമം ഇവിടെ. നന്നായി മൂടി വയ്ക്കുക. ആദ്യം ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി ആവി ആദ്യം ഒന്ന് നന്നായി വരുന്നിടം വരെ കുറച്ച് നല്ല തീ അടിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് ഒരു വേവിക്കുക. നമുക്ക് കൊഴുക്കട്ട വെന്തോന്ന് തുറന്ന് നോക്കാം. ചെറിയൊരു ഈർക്കിലോ നിങ്ങൾക്ക് എന്താണോ എടുത്ത് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് നന്നായി ഇറങ്ങിപ്പോയിട്ട് നമ്മളിങ്ങനെ മാവ് കയ്യിൽ ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നോന്ന് നോക്കുക. കയ്യിൽ മാവ് ഒട്ടുന്നുണ്ടെങ്കിൽ സാധനം വെന്തിട്ടില്ല. ഇതിപ്പോൾ എനിക്കിതാ ഒട്ടുന്നില്ല. ഇതാ കാണിച്ചു തരാം. ഒന്നുമില്ല, സാധനം വെന്തു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ആവി ഉറക്കുന്ന കണ്ട ഈ പരുവത്തിന് എടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ട് വേവിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇത് പൊട്ടി ഒലിക്കാതിരിക്കാനാണ്. കാരണം ഇതിനകത്തുള്ള ശർക്കര ഉരുകി ചൂട് കയറുമ്പോൾ പൊട്ടി ഒലിക്കാതിരിക്കാനാണ് ചെറിയ തീയിലിട്ട് ഞാൻ വേവിക്കാൻ പറഞ്ഞത്. കൊഴുക്കട്ട പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ചേരുവടിയും ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.